CPM കൊണ്ടുവന്ന് വെച്ച കളത്തിൽ നിന്ന് കളിച്ച് അവസാനം കളി തോറ്റു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകും എന്നുള്ളതാണ്. പക്ഷേ BJP കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. BJP ഒരു പുതിയ ബദൽ സംഗമം നടത്തുകയാണ്. ഈ പണ്ട് ശബരിമലയിൽ മകരജ്യോതി തെളിയും. അപ്പോൾ നമുക്കന്ന് തെളിയിച്ചു എന്ന് പറയാൻ പറ്റില്ല. മകരജ്യോതി തെളിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് കമൻട്രി അത്ഭുതം, മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ശബരിമലയിലെ മുഖ്യ തന്ത്രി തന്നെയാണ് ഒരിക്കൽ ഏഷ്യാനെറ്റ് ടെലിയിൽ അതെ അത് തെളിയിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞത്. അതോടുകൂടിയാണ് ആ കോൺട്രവേഴ്സി അവസാനിച്ചത്. പക്ഷേ അതിനും ഒരു 25 വർഷം മുമ്പ് ആ കഥ ഭയങ്കര രസമാണ്. ശബരിമലയിൽ ഈ മകരജ്യോതി തെളിക്കുന്ന സ്ഥലത്ത് നിരീശ്വരവാദികൾ ഇടമറുകിൻ്റെ നേതൃത്വത്തിൽ പോയി അവരും കുറേ 2-3 സ്ഥലത്ത് മകരജ്യോതി കത്തിച്ചു. അപ്പോൾ ഓൾ ഇന്ത്യയുടെ കമൻട്രി അതാ മഹാത്ഭുതം, ഒന്നല്ല അനവധി മകരജ്യോതികൾ കത്തിയിരിക്കുന്നു, മഹാത്ഭുതം എന്ന് പറഞ്ഞാണ് അവിടെ രക്ഷിച്ചത് എന്ന് പറഞ്ഞതുപോലെ നാളെ കോൺഗ്രസ് ഇറങ്ങുമായിരിക്കും. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടന്ന ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഒന്നല്ല അനവധി അയ്യപ്പ സംഗമങ്ങൾ അതേ ദിവസം നടക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഡൽഹിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും BJPയുടെയും RSSൻ്റെയും അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസും അങ്ങനെയാണെങ്കിൽ ആ സൂചന കിട്ടിയാൽ വെറുതെ ഇരിക്കുമോ? കോൺഗ്രസും ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. ചുരുക്കത്തിൽ അയ്യപ്പ സംഗമങ്ങളുടെ ഒരു മാലയാണ് നമ്മൾ അടുത്ത മാസം കാണാൻ പോകുന്നത്.